വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കിച്ചണിൽ ഞാൻ പണികൾ ഈസിയാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് പണികൾ കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. എല്ലാ വീഡിയോയിലും ഉണ്ടാവും. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇൻഡക്ഷൻ കുക്കറും കെറ്റിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ് ഈ ഇലക്ട്രിക് കിറ്റിൽ ഫാബിനോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഞാനൊരു 5 കൊല്ലമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പോൾ ഇത് പാത്രത്തിലോ അങ്ങനെയൊക്കെ തിളപ്പിച്ചാൽ പോരെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊരു വട്ടം യൂസ് ചെയ്താണ്ടല്ലോ നമുക്ക് പിന്നീട് ഇതില്ലാതെ പറ്റില്ല. അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട് പോവും. പെട്ടെന്ന് പരിപാടി കഴിയും. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നതും. അപ്പോൾ 1.8 ലിറ്ററാണ് കപ്പാസിറ്റി. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇത് കട്ട് ഓഫ് ആവും വെള്ളം തിളച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം ഇതുപോലെ ഒരു ഫ്ലാസ്കിൽ നമുക്ക് ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് നമുക്ക് തിളച്ച വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിലും ഈ ഇലക്ട്രിക് കെറ്റിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ അടുത്ത് എൻ്റെ കയ്യിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇതാ ഈ മിക്സർ ഗ്രൈൻഡറാണ്. പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയാണ്. അപ്പോൾ ഞാനിതൊരു 6 മാസമായിട്ടേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുവരെയും ഈ 6 മാസമായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാവ് അരയ്ക്കാനായാലും അതുപോലെ തന്നെ പൊടികൾ പൊടിച്ചെടുക്കാനും ഒക്കെ ആയാലും പെട്ടെന്നാണ് പണി കഴിയുന്നത്. അതും നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അത് പൊടിച്ച് വരും. അപ്പോൾ ഈ മിക്സിക്ക് 5 ജാറുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ചപ്പാത്തി കുഴയ്ക്കാനും വെജിറ്റബിൾസ് അരിയാനും ഒക്കെ സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡുകളും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം കൂടി നിങ്ങളുടെ കിച്ചണിൽ ഉണ്ടാവണം കേട്ടോ. ഈ മിക്സർ ഗ്രൈൻഡറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഓരോന്നും ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ആയിട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ കിച്ചണിലുള്ള ഒരു സംഭവമാണ് ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്. അപ്പോൾ ഗ്യാസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യം എന്നൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് പണി കഴിച്ച് കിച്ചണിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം കിച്ചണിൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വെള്ളം തിളപ്പിക്കാനായാലും ചായ ഉണ്ടാക്കാനായാലും പാല് കാച്ചാനാണെങ്കിലും നമുക്ക് ചോറ് വെക്കാനാണെങ്കിലും ഒക്കെ പടപടപടാന്ന് പണി കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ ചൂടാവില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന ചില പാത്രങ്ങളുണ്ട്, അത് തന്നെയാണ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുമാതിരി എല്ലാ പാത്രങ്ങൾക്കും ഇപ്പോൾ ഇൻഡക്ഷൻ ബേസ് വരുന്നുണ്ട്. കുക്കറായാലും ചീഞ്ചട്ടി ആയാലും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അധികം തിളച്ച് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ആ കൂടി ഒരു കാര്യം നോക്കേണ്ടത്. പാലായാലും ചായ ആയാലും ഒന്നും തിളച്ച് പോകാതിരിക്കാൻ നോക്കുക. പെട്ടെന്ന് തിളച്ച് പോയാലും പെട്ടെന്ന് തന്നെ അത് വൈപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ OTG ആണ്. നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യില്ലേ ചൂടാക്കാനൊക്കെ വേണ്ടിയിട്ട്, അതുപോലൊക്കെ തന്നെ. പക്ഷേ ഇത് ചൂടാക്കാൻ വേണ്ടി മാത്രമല്ല, അതുപോലത്തെ കേക്ക് ഉണ്ടാക്കാനായാലും ഗ്രില്ല് ചെയ്യാനായാലും നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനാണെങ്കിലും പപ്സ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് വരാനുള്ള ഒരു സംഭവമാണ് ഈ OTG. അപ്പോൾ ഇതാ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടിയിലൊരു ട്രേ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് അതിൻ്റെ നെയ്യും ഇതൊക്കെ വരും. അതുപോലെ തന്നെ മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പല കാര്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. വളരെയധികം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഒരു പണിയില്ല. ഇത് മോർഫി റിച്ചാർഡ്സിൻ്റെ 52 ലിറ്ററിൻ്റെ OTG ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണേ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് സാൻഡ്വിച്ച് മേക്കറാണ്. അപ്പോൾ ഇത് വളരെയധികം നിങ്ങൾക്ക് സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കുന്നവരാണ്, കുട്ടികൾക്ക് കൊടുത്തയക്കാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡെയിലി ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ സാൻഡ്വിച്ച് മേക്കർ മേടിച്ചാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് പാനിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാൻഡ്വിച്ച് റെഡി ആയിട്ടിരിക്കും. നമ്മൾ വെക്കുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും, അതായി കഴിയുമ്പോൾ അതിൽ യെല്ലോ ലൈറ്റ് കത്തും. ബ്രെഡ് കരിഞ്ഞു പോവോ അങ്ങനത്തെ പേടികളോ ഒന്നും ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഉള്ളത് പ്രസ്റ്റീജിൻ്റെ സാൻഡ്വിച്ച് മേക്കറാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടോ നോൺ സ്റ്റിക്കിൻ്റെ പോർഷൻസൊക്കെ ഇങ്ങനെ അടർന്ന് പോവുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഞാൻ വളരെ നന്നായിട്ട് നോക്കിയിട്ട് പോലും ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചത്. വേറെ കമ്പനികളിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. ആക്ച്വലി സാൻഡ്വിച്ച് മേക്കർ പെട്ടെന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ഇലക്ട്രിക് കേർഡ് മേക്കറാണ്.
അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ തൈര് ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പുളിക്കില്ല, നമ്മൾ കുറേ നേരം വെച്ചാൽ പോലും അത് ശരിയായതിൻ്റെ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നല്ല കട്ട തൈര് തിന്നാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ലസ്സി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തൈര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടിന് നല്ല റേറ്റാണ്, പക്ഷെ നമുക്ക് പാലിന് അത്ര റേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഐറ്റമാണ് ഈ കേർഡ് മേക്കർ എന്ന് പറയുന്നത്. ആമസോണിലൊക്കെ പല കമ്പനികളുടെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിന് അത്യാവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചൂടുള്ള ക്ലൈമറ്റിൽ നമുക്ക് തൈര് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഉണ്ടായിരിക്കും, അതിന് ഒരു മൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് നല്ല അടിപൊളി കേർഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യേണ്ടത് 500 ml പാലാണ്. അത് നന്നായിട്ട്, ഇപ്പോൾ നന്ദിനി പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ബാംഗ്ലൂർ നന്ദിനിയാണല്ലോ കൂടുതൽ കിട്ടുക. അപ്പോൾ അതിങ്ങനെ നന്നായി തിളപ്പിച്ചെടുക്കുക. ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇലക്ട്രിക് കേർഡ് മേക്കർ നമ്മൾ ഓൺ ആക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ഉണ്ടല്ലോ, നമ്മൾ ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിരൽ മുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മുക്കാൻ പറ്റണം, എന്നാൽ ചൂടുണ്ടാവും വേണം. ആ ചെറു ചൂടുള്ള പാലിലേക്ക് നമ്മളിതാ 1 ടേബിൾ സ്പൂൺ തൈരാണ്, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നല്ലത്, ആ തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റേതായിട്ടുള്ള 2 മൂടികളുണ്ടാവും. ആദ്യം ആ സ്റ്റീൽ പാത്രത്തിനൊരു മൂടി ഉണ്ടാവും, അതിന് ശേഷം ആ മെഷീനുള്ള ഒരു മൂടിയും കൂടി ഉണ്ടാവും. അത് രണ്ടും മൂടി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ പ്ലഗ് ഓൺ ചെയ്തിടുക. അപ്പോൾ ഇതുപോലെ ഒരു റെഡ് ലൈറ്റ് അവിടെ കത്തുന്നുണ്ടായിരിക്കും. ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കേർഡ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ചെറിയ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ പണി വേഗം കഴിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഓടിപ്പോരാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കുട്ടി കിച്ചൺ വിശേഷങ്ങളും കുഞ്ഞു വ്ളോഗുകളൊക്കെ ആയിട്ടുള്ള ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.